എൻ്റെ പേര് അജ്സൽ. ഞാനാണ് ഇന്നത്തെ വലിയൊരു സംഭവം ഉണ്ടാക്കാൻ വന്നത്. ചായ. ഞാൻ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ അച്ഛല ഞാൻ ഉണ്ടാക്കിയ ചായ ഞാനാണ് ടേസ്റ്റ് ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഒരു ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെപ്പോൾ പിന്നെ ഓർക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതിയിട്ട് നമ്മളിതാ ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ 5:45. 5:45 ഇപ്പോൾ. ഇവിടെ പഞ്ചാബിലായതുകൊണ്ട് ഭയങ്കര വെളിച്ചമാണ്. നേരത്തെ സൂര്യൻ നേരത്തെ നമ്മളോടൊക്കെ പോണത് ബറോട്ട് അല്ലേ? ഹിമാചലുള്ള ബറോട്ട്. ആരും കേട്ടിട്ടുണ്ടാവില്ല. ഞങ്ങളും കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. നോക്കട്ടെ എങ്ങനെയാണ് ഇത് കാര്യങ്ങളൊക്കെ. എന്തായാലും നോക്കാം. നമുക്ക് നോക്കാം, പോയോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഒരു ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെപ്പോൾ പിന്നെ ഓർക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതിയിട്ട് നമ്മളിതാ ഒരു ഗ്ലാസ്. ഏതാ അറിയാം, എരുമേട്ടാ. സാധാ ലോക്കലെ ഭാഗത്തല്ല അത്. ഇവിടുത്തെ ഹിമാലയൻ്റെ സ്ട്രോബെറി ഒക്കെ തിന്നിട്ടുള്ള, ഹിമാലയൻ വൈൽഡ് സ്ട്രോബെറി ഒക്കെ തിന്നിട്ടുള്ള പശുവാണ്. പറയാ അവിടെ അവിടെ അങ്ങ് ദൂരെ നമ്മളെ ടെൻ്റ് എടുക്കണത്. ഒരു പറഞ്ഞാണ് ചായ ഉണ്ടായി തരാന്ന്. അപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. മോൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായി, പാല് കിട്ടി. കണ്ടോ, ഈ വീട്ടിലത്തെ ആൾക്കാർ ഫ്രീ ആയ ഒരു നമ്മൾ ഒന്നും കരുതിയിട്ടല്ല ഒരു അല്ലേ, നമ്മളെങ്ങനെ എന്തേ വേണം. പക്ഷെ നമ്മക്ക് എന്ത് ചെയ്തു, ഞങ്ങളതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. എണ്ണ ഓർക്ക് കൊടുത്തു, നമുക്ക് ആവശ്യമില്ലാത്ത എണ്ണ. നമ്മളപ്പോൾ എന്ത് ചെയ്ത്, ആയിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ലല്ലോ. പാല് കിട്ടി, നല്ല കിടിലൻ പാല്. നമ്മളെ സ്റ്റോവും ആദ്യം കത്തുണ്ട്. ഇത് വെച്ചോ, അല്ലെങ്കിൽ കാണൂല. കത്തുണ്ട് കാണാത്ത. അയ്യോ, അവളാണ് ഈ ദൂത് പത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. സോറി, ദൂത് പത്തി കേട്ടോ. പക്ഷെ നമ്മള് ലേശം വെള്ളം ചേർക്കും. കാരണം എന്താ പറയുക, വെള്ളം ചേർക്കാറു കഴിഞ്ഞാല് കട്ടി കൂടുതലാന്നാണ് പറയണത്. അതങ്ങനെ അതിൻ്റെ അറ്റത്തൊക്കെ കാണുന്നുണ്ട്. മതിയില്ലേ? അതാണ് ഇളക്കേണ്ടി വരും. അതിന് ആ സ്പൂൺ എടുത്താൽ മതി. അതൊന്നുമല്ല, ഇത് നമ്മള് കാട്ടില് ഇതുണ്ടോ. ഇതിപ്പോ ഇങ്ങനെ കണ്ടില്ലേ, എവിടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി, അല്ല ഫോർഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചരാ. സത്യം പറഞ്ഞൊരു വാലി. അതിൽ അച്ഛൽ അനാൻ തൻ്റെ കരങ്ങളിൽ. ദൂതുപത്തിയിലെ സ്പെഷ്യലിസ്റ്റാണ്. നമ്മളെ ലാബിൽ നിന്നൊക്കെ ചെക്ക് ഉണ്ടായി തരും. കിഡിലാൻ സാധനക്കാരും. കുറച്ച് വെള്ളം എടുത്ത് വെക്കും, കാരണം പാല് തിളച്ചാൽ കൊണ്ട്. അപ്പുറ്റിക്ക പഠിതാവാണ്. ടെക്നിക്കാണ്. ലാസ്റ്റ് ഒരുക്കി വരല്ലട്ടാ. കളർ മാറും, റോസ് കളറൊക്കെ ഉണ്ടാവും. എടുക്കാൻ മണം പോണ നേരെ മുകളിൽ വരുന്നില്ല. അയ്യോ, അപ്പം ദൂത് പത്തി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. മണം വരുന്നുണ്ട്. നമ്മളെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അതല്ലേ ദൂതുപത്തി വിത്ത് വ്യൂ. റബ്ബി അൽഹംദുലില്ലാ. സങ്കടം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്
കേട്ടോ. സെറ്റല്ലേ? ഫുഡിലും ചായ വീട്ടിലും ചായ. വാവ്, നല്ല മണം. ദീദി കൊടുക്കണം എന്നുണ്ട്, പക്ഷെ ദീദിന്റെ അടുത്തേക്ക് കുറേ പോണം. അവിടെയാണ് ദീദി. ഇത്ര നടക്കണം. ദീ കൂടെ ഇങ്ങനെ നടന്ന് അവിടെ എത്തണം. ദീദിന്റെ അടുത്ത് കൊടുക്കണമെങ്കിൽ ഏതായാലും ഉഷാറാണ്. ഞാൻ ക്ലാസ്സിൽ ഒന്ന് വെച്ചാൽ അച്ഛലാനാൻ ഉണ്ടാക്കിയ ചായ ഞാനാണ് ടേസ്റ്റ് ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ചായ അല്ലാ, ചായ കിട്ടി. ചായ വിത്ത് അവിടെ നമ്മുടെ ദീദി